ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആൻസിലറി കോഴ്സായ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്ന പേപ്പറാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ബ്ലോക്കായ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗമാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഒന്നാമത്തെ യൂണിറ്റിലെ ലെഗസി ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ക്ലാസ് എടുക്കുകയുണ്ടായി. ദേശീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. അത് വളരെ വിശദമായി നമ്മൾ പറയുണ്ടായി. ഇന്ത്യക്കാർക്ക് നിയമവുമായി ബന്ധപ്പെട്ട പരിചയം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകളെക്കുറിച്ച് നമ്മൾ നോക്കുകയുണ്ടായി. ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നിരന്തരം ആവശ്യപ്രകാരം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവസരമൊരുക്കി തന്നു. അങ്ങനെ ഇന്ത്യക്കാർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചേർന്നുകൊണ്ട് ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മിച്ചു. 3 വർഷത്തോളം നീണ്ടുനിന്ന സംവാദങ്ങൾക്കും തർക്കങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ശേഷം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലൂടെ നമുക്കൊരു ഭരണഘടന നിർമ്മിച്ചു നൽകി തന്നു. ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ വിപ്ലവ മൂല്യങ്ങളുള്ള ആധുനിക മൂല്യങ്ങളുള്ള ഒരു മഹത്തായ ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന മാറിയതിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നിർണായകമായ പൈതൃകത്തിൻ്റെ ഭാഗമായിരുന്നു. ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന വലിയ ഒരു പ്ലാറ്റ്ഫോം, എല്ലാ മനുഷ്യരും ചേർന്ന് നിന്ന പ്ലാറ്റ്ഫോം, എല്ലാ വ്യത്യാസങ്ങളും മാറ്റി നിർത്തി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇന്ത്യയിലെ നേതാക്കൾ, ഇന്ത്യയിലെ മനുഷ്യർ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ വൈവിധ്യങ്ങളെയും എല്ലാ ആശയങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ഇൻക്ലൂസീവായ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് വളരെ ജനാധിപത്യ ബോധത്തോടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മളുണ്ടാക്കിയ ഒരു ഭരണഘടനയായിരുന്നു അത്. ഏതായാലും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യ ബോധം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഇൻക്ലൂസീവായ ക്യാരക്ടർ, ഈ ഒരു പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു ഭരണഘടന നിർമ്മിക്കാൻ സാധിച്ചത് എന്നായിരുന്നു ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂൾ ഈ വീഡിയോയിൽ നോക്കാം. ഓരോ ഭരണഘടനയും, എല്ലാ ഭരണഘടനയും ലക്ഷ്യമിടുന്നത് ചില തത്വങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ഘടന കെട്ടിപ്പടുക്കുക എന്നതാണ്. അതത് രാജ്യങ്ങളിൽ ആ ഭരണഘടന ലക്ഷ്യമിടുന്നത് ചില തത്വങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ഘടന കെട്ടിപ്പടുക്കുക എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കും അതിൻ്റേതായ വലിയ സവിശേഷതകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ച സിദ്ധാന്തവും തത്വചിന്തയും പ്രത്യയശാസ്ത്രവും ഭരണഘടന തയ്യാറാക്കിയ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളുടെ ആശയപരമായ പശ്ചാത്തലത്തിൻ്റെയും ദാർശനിക അറിവിൻ്റെയും ഫലമായിട്ടാണ് ഉണ്ടായി വന്നത്. 2 വർഷം 11 മാസം 17 ദിവസം ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചയുടെ ഫലമായിട്ടാണ് ഈ ഭരണഘടന നമ്മൾ ഉണ്ടാക്കിയത്. അവിടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 5 വ്യത്യസ്ത വിഭാഗത്തിൻ്റെ സംവാദത്തിൻ്റെയും ചർച്ചകളുടെയും ബലാബലത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ ഭരണഘടന, ഇത്രയും സർഗാത്മകമായ ചർച്ചയുടെ ഫലമായിട്ടാണ് ഭരണഘടന നിലവിൽ വന്നത്. 5 വിഭാഗക്കാരുടെ വളരെ സർഗാത്മകമായ സംവാദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഭരണഘടന ഇത്രയും മൂല്യവത്തായിട്ട് നിലവിൽ വന്നത്. ലിബറൽ ജനാധിപത്യവാദികളായ അംബേദ്കറെ പോലെയുള്ളവരുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് ജനാധിപത്യവാദികളായ നെഹ്റുവിനെ പോലെയുള്ളവരുണ്ടായിരുന്നു. തീവ്ര ഇടതുപക്ഷത്തുള്ള KT ഷായെ പോലുള്ളവർ, ഗാന്ധിയൻ ആശയക്കാർ, വലതുപക്ഷ ആശയക്കാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് 5 ദിശാപഥങ്ങളിൽ നിന്നുകൊണ്ട് നടന്ന ദീർഘമായ ചർച്ചയുടെ ഫലമായിട്ടാണ്, ഇവർ നടത്തിയ ജനാധിപത്യ സംവാദത്തിന്റെ ഫലമായിട്ടാണ്
ഇന്ത്യൻ ഭരണഘടന ലോകത്തിന് തന്നെ വിസ്മയമായി നിലവിൽ വന്നത്. ലോകത്ത് പല ഭരണഘടനയുടെയും കരട് പഠിച്ച് അംബേദ്കറുടെ അധ്യക്ഷതയിലുള്ള കരട് സമിതി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അസ്ഥികൂടത്തിലേക്ക് ഈ ആശയങ്ങളെയെല്ലാം, അവർ ചർച്ച ചെയ്തുണ്ടാക്കിയ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് നാം ഇന്ന് കാണുന്ന രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന വലിയ മഹാവിപ്ലവങ്ങളുടെ, മഹത്തായ വലിയ സന്ദേശങ്ങളുടെ, ആശയങ്ങളുടെ, വിപ്ലവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായ ആശയങ്ങളുടെയൊക്കെ വലിയ സ്വാധീനത്തിന്റെ ഭാഗമായി നിലവിൽ വന്നു. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ പറഞ്ഞതുപോലെ ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത വിധം വിപ്ലവത്തിന്റെ വിത്ത് ഒളിഞ്ഞുകിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലാണ്. സാമൂഹ്യ വിപ്ലവം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന വായിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം അക്കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനമായ, ഏറ്റവും മഹത്തരമായ, മനുഷ്യാന്തസ്സിന് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹത്തായ ഭരണഘടനയായി നിലവിൽ വരികയുണ്ടായി. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തത്, ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് എന്നതാണ് ഒന്നാമത്തെ സവിശേഷത. ഇന്ത്യൻ ഭരണഘടന ലിഖിതവും ദൈർഘ്യമേറിയതുമാണ് എന്നതാണ് ആദ്യത്തെ പ്രധാന സവിശേഷത. യഥാർത്ഥ ഭരണഘടനയിൽ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാക്കിയ സമയത്ത് 1950 ജനുവരി 26 22 പാർട്ടുകളായി തരംതിരിച്ചിട്ട് 395 ആർട്ടിക്കിളുകൾ അടങ്ങിയിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഭരണഘടനയിൽ നിരവധി ഭേദഗതികൾ വരുത്തി, വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തു, ചിലത് ഇല്ലാതാക്കി. ഈ ഭേദഗതികൾക്ക് ശേഷവും ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത ആയിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ പ്രത്യേകത, ജനകീയ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ജനകീയ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു. അതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മറ്റൊരു പ്രത്യേകത. ജനങ്ങളുടെ പരമാധികാരം ഭരണഘടനയുടെ പ്രാരംഭ വാക്കിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്കോടെയാണ് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ. ഭരണകൂടത്തിന്റെ കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ആത്യന്തികമായി നിലനിൽക്കുന്നത് ജനങ്ങളുടെ ഇച്ഛാശക്തിയിലാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തിയായവരുടെ വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കൃത്യമായ ഇടവേളകളിൽ തങ്ങളുടെ പ്രതിനിധികളെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കും. ജനങ്ങളിൽ നിന്നാണ് ഗവൺമെന്റുകളുടെ അധികാരം നിലനിൽക്കുന്നത്. ഭരണഘടനയിൽ പലയിടത്തും ഈ ജനകീയ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ജനകീയ പരമാധികാരമാണ്, പോപ്പുലർ സോവർണിറ്റിയാണ്. ഈ ആശയം ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രധാന പ്രത്യേകതയായിട്ട് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന വാക്കുകളാണ്. ഭരണഘടനയുടെ ആമുഖം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് സോളമൻലി റിസോൾവ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നീ 3 വാക്കുകളായിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഭരണഘടനയുടെ ആമുഖം, ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് 1950 ജനുവരി 26 പ്രഖ്യാപിക്കുകയുണ്ടായി. പരമാധികാരം എന്ന് പറഞ്ഞാൽ, സോവറിൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1947 ഇൻഡിപെൻഡൻസ് ആക്ട് 47 ഇൻഡിപെൻഡന്റ് ആക്ടിന് കീഴിൽ സ്ഥാപിതമായ ഇന്ത്യൻ ഡൊമെയിൻ എന്ന പദവി അവസാനിപ്പിച്ചുകൊണ്ട് ഭരണഘടന നിലവിൽ വന്നതോടെ ഇന്ത്യ പൂർണ്ണമായും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി എന്നതാണ് സോവറിൻ എന്ന വാക്കുകൊണ്ട് 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയുടെ പ്രഖ്യാപനം. 1947 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ 47
ഇൻഡിപെൻഡന്റ് ആക്ട്, ആ ആക്ടിൽ പറഞ്ഞത് ഇന്ത്യക്ക് സ്വതന്ത്രമായിരിക്കുന്നു, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡൊമൈൻ നിലവിൽ വന്നു എന്നാണ്. അതേസമയത്ത് 50-ൽ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി എന്നർത്ഥം. പിന്നെ ഡെമോക്രാറ്റിക് എന്ന വാക്ക് ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ പൂർണ്ണമായും ജനാധിപത്യ രാജ്യമാണ് എന്നാണ്. കാരണം യഥാർത്ഥ ശക്തി ജനങ്ങളിൽ നിന്നാണ്. അവരാണ് കൃത്യമായ ഇടവേളകളിൽ തങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് എന്നർത്ഥം. അതല്ലാതെ ഏതെങ്കിലും ഏകാധിപത്യ ഭരണമോ രാജാധിപത്യ ഭരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഭരണമോ അല്ല രാജ്യത്ത് നിലനിൽക്കാൻ പോകുന്നത്. രാജ്യം ഭരണഘടന പ്രഖ്യാപിക്കുന്നു, നിലവിൽ വരുന്ന രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമായിരിക്കും. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറിയത് ഭരണഘടനയിൽ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്നതുകൊണ്ടാണ്. മറ്റൊന്ന് പറഞ്ഞത് റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ജനങ്ങൾ പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് രാജ്യത്തിന്റെ തലവനായി എന്നാണ്. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുണ്ടാവുക എന്നതാണ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുണ്ടാവുക എന്നതാണ് റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന പദവി. നമ്മളുടെ പ്രതിനിധികൾ അവർ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പരോക്ഷമായപ്പോൾ ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന രാഷ്ട്രത്തലവനെ, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു. അതോടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവുന്നു. ഇതാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്നതാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ സോവറിൻ, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ മൂല്യമാണ്. ഇതും 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന ഉയർത്തിയ മൂല്യമാണ്. മറ്റൊന്ന്, നാലാമത്തത്, കർക്കശവും അയവുള്ളതുമായ ഭരണഘടനയാണ് നിലവിൽ വന്നത് എന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി കർക്കശവും ഭാഗികമായി വഴക്കമുള്ളതുമാണ്, ഭാഗികമായി അയവുള്ളതുമാണ്. ഇറ്റ് ഈസ് എ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. രണ്ടും കൂടിയതാണ്. ഇന്ത്യൻ ഭരണഘടന രണ്ടും കൂടിയതാണ്. കർക്കശവുമാണ് അയവുള്ളതുമാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം ഇംഗ്ലണ്ടിനെ പോലെ വളരെ എളുപ്പത്തിലോ അമേരിക്കയെ പോലെ വളരെ കർക്കശമോ അല്ല. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. അത് ഇംഗ്ലണ്ടിലെ പോലെ ഏത് സമയത്തും വളരെ സിമ്പിളായിട്ട് ഭേദഗതി ചെയ്യാൻ പറ്റുന്ന, വളരെ ലാഘവത്തോടെ ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയോ അമേരിക്ക പോലെ വളരെ കർക്കശമായ സ്ഥിതിയോ അല്ല. ഇതിന്റെ രണ്ടിന്റെയും മിതത്വമായ ഒരു നിലയിലാണ്. അതുകൊണ്ടാണ് കർക്കശവും അയവുള്ളതുമായ ഭരണഘടന എന്ന് പറയുന്നത്. കേവല ഭൂരിപക്ഷത്തിൽ ഭരണഘടനയിലെ പല വ്യവസ്ഥകളും ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനുണ്ട്. അത് കേവല ഭൂരിപക്ഷം മതി. പാർലമെന്റിലെ ഇരു സഭകളിലും കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ പറ്റും. പക്ഷേ ചില വ്യവസ്ഥകൾ, ചില വകുപ്പുകൾ പാർലമെന്റിലെ കേവല ഭൂരിപക്ഷം പോരാ, പ്രത്യേക ഭൂരിപക്ഷം വേണം. 2/3 ഭൂരിപക്ഷം ഇരു സഭകളിലും ഉണ്ടാവണം. എങ്കിലേ ചില വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഭേദഗതി വരുത്താൻ പറ്റൂ. മറ്റൊന്ന്, ഈ സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോരാ. പ്രത്യേക ഭൂരിപക്ഷം പാർലമെന്റിൽ ഇരു സഭയിലും ഉണ്ടായാൽ മാത്രം പോരാ. പകുതി സംസ്ഥാനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിലേ ചില വകുപ്പുകൾ മാറ്റാൻ ഇന്ത്യൻ ഭരണഘടനയിലെ ചുരുക്കം ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ എങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ ചില വ്യവസ്ഥകൾ വളരെ സിമ്പിളായിട്ട് മാറ്റാം, ചില വ്യവസ്ഥകൾ വളരെ കർക്കശമാണ്, ചില വ്യവസ്ഥകൾ വളരെ സിമ്പിളുമാണ്, ചില വ്യവസ്ഥകൾ വളരെ കർക്കശവുമാണ്. ഇങ്ങനെയുള്ള ഭേദഗതികളാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം കർക്കശമായതും ഒരേ സമയം അയവുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, 5ാമത്തെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഇന്ത്യയിലുള്ളത്, ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ക്യാബിനറ്റ് ഗവൺമെന്റ് സംവിധാനമാണ് മുന്നോട്ട് വെക്കുന്നത്. പാർലമെന്റിലെ ജനങ്ങളുടെ സഭയായ ലോക്സഭയുടെ പിന്തുണ ഉണ്ടെങ്കിലേ ഏതൊരു സർക്കാരിനും രാജ്യം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. സർക്കാരുകൾ എല്ലായ്പ്പോഴും പാർലമെന്റിനോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. കേന്ദ്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും
നിരവധി മന്ത്രിമാരും അടങ്ങുന്ന മന്ത്രിസഭയാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഇവരാണ് രാജ്യത്തെ ഗവൺമെന്റിന്റെ ദൈനംദിന നയരൂപീകരണം നടപ്പാക്കുകയും അത് രൂപീകരിക്കുകയും ചെയ്യുന്നത്. നിയമനിർമ്മാണ സഭയുടെ പോപ്പുലർ ചേംബറായ പാർലമെന്റിന്റെ ലോക്സഭ എന്ന് പറയുന്ന ആ സഭയെയാണ് എപ്പോഴും എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു എക്സിക്യൂട്ടീവ് സിസ്റ്റമാണ് ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ലോകത്തിന് ബ്രിട്ടന്റെ സംഭാവനയാണ് പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണകൂടത്തെ തീരുമാനിക്കുന്നത് പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയ പാർലമെന്റിലെ ജനങ്ങളുടെ സഭയായ ലോക്സഭ, ലോകോം കി സഭ, ജനങ്ങളുടെ സഭയിൽ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി ഇന്ത്യ ഭരിക്കുകയും അവർ ക്യാബിനറ്റ് രൂപീകരിക്കുകയും അതിന്റെ തലവൻ പ്രധാനമന്ത്രിയാവുകയും ഈ പ്രധാനമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റിനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഭരണ സംവിധാനമാണ് ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം അമേരിക്കയിലൊക്കെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്, അത് ഒരിക്കലും ക്യാബിനറ്റ് സിസ്റ്റം അല്ല. പക്ഷെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് ബ്രിട്ടനിലെ ക്യാബിനറ്റ് സിസ്റ്റത്തിന്റെ സമാനമായ ക്യാബിനറ്റ് സിസ്റ്റത്തെയാണ്. ഇതാണ് അഞ്ചാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രത്യേകത, ആറാമത്തെ പ്രത്യേകത, മതനിരപേക്ഷ രാഷ്ട്രം, സെക്കുലാർ സ്റ്റേറ്റ് എന്ന് ഭരണഘടന പറയുന്നു. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെയാണ് 1976 42ാം ഭേദഗതിയിലാണ് ആമുഖത്തിൽ സെക്കുലർ എന്ന വാക്ക് വളരെ കൃത്യമായി ചേർത്തത്. എങ്കിലും ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ ആ ഭരണഘടനയിൽ, യഥാർത്ഥ ഭരണഘടനയിൽ 1950 ജനുവരി 26 ഭരണഘടനയിൽ സെക്കുലർ സ്വഭാവം നിലനിന്നിരുന്നു. ആ വാക്ക് ആമുഖത്തിൽ അന്ന് ചേർത്തിട്ടില്ലായിരുന്നുവെങ്കിലും ആ ഇന്ത്യൻ ഭരണഘടന കൃത്യമായി അതിന്റെ സ്വഭാവം മതനിരപേക്ഷമാണെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും 76 സെക്കുലർ എന്ന വാക്ക് ആമുഖത്തിൽ തന്നെ ചേർത്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്കുലർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് അതിൻ്റെ എല്ലാ പൗരന്മാരോടും ഒരേപോലെയാണ് പരിഗണിക്കുക, അവർക്ക് തുല്യ അവസരങ്ങളാണ് നൽകുക. ഒരു മതത്തോടും രാഷ്ട്രത്തിന് പ്രത്യേക കൂറോ പ്രത്യേക വിദ്വേഷമോ പ്രത്യേക എതിർപ്പോ പ്രത്യേക സ്നേഹമോ ഒന്നുമില്ല. എല്ലാ മതത്തെയും രാഷ്ട്രം ഒരുപോലെയാണ് കാണുന്നത്. രാഷ്ട്രത്തിന് ഏതെങ്കിലും ഒരു മതത്തിൽ പ്രത്യേക സ്നേഹമോ ഇഷ്ടമോ ഒന്നുമില്ല. ഒരു മതത്തോടും വിദ്വേഷവുമില്ല. അവിടെയുള്ള പൗരന്മാരോട് മതത്തിന്റെ പേരിൽ പ്രത്യേക വേർതിരിവുകളുമില്ല. എല്ലാവരെയും തുല്യരായി കാണുന്നു എന്നതാണ്. മതത്തിനപ്പുറം മനുഷ്യരെ കാണുന്നു എന്നതാണ്. മതമല്ല, മതത്തിനും അപ്പുറം മനുഷ്യരെ കുറിച്ചാണ്, മനുഷ്യരെയാണ് പ്രധാനമായിട്ടും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സെക്കുലർ ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷമായ, എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മതനിരപേക്ഷമായ ഭരണഘടനയെയാണ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് എന്നതാണ് ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏഴാമത്തെ പ്രത്യേകത, ഏകീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറൽ സംവിധാനം ഇന്ത്യയിൽ ഉണ്ട് എന്നതാണ്. ഇന്ത്യയിൽ ഒരു ഏകീകൃത സ്വഭാവമുള്ള ഫെഡറൽ സംവിധാനത്തെയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത. ഇന്ത്യയിൽ ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാഷ്ട്രമാണ് ഭരണഘടന വിഭാവനം ചെയ്തത്. ഫെഡറൽ എന്ന വാക്ക് ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 1 തന്നെ പറയുന്നത് ഇന്ത്യ ഷാൽ ബി ഭാരത് എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതം ഷാൽ ബി ദ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ്. യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. ഇന്ത്യ ഷാൽ ബി ഭാരത് യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്നാണ് പറയുന്നത്. ഫെഡറൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാഷ്ട്രമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എങ്കിലും
ഭരണഘടനയിൽ ഒരു ഏകീകൃത രാജ്യത്തിന്റെ ആത്മാവാണ് മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടന അധികാര വിഭജനത്തോടെ ഒരു ഫെഡറൽ രാഷ്ട്രം സ്ഥാപിക്കുന്നുണ്ട്. അധികാരം സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനുമായി അധികാരങ്ങളെ വിഭജിച്ചിരിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുണ്ടാക്കുന്ന ബന്ധങ്ങളിൽ ഫെഡറൽ സംവിധാനത്തെയാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും അതിന് കേന്ദ്രീകൃതമായ ഒരു സ്വഭാവം, യൂണിറ്റേറിയൻ സ്വഭാവം അത് നിലനിർത്തുന്നുണ്ട്. ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സുപ്രീം കോടതിക്ക് ചുമതല നൽകിയിട്ടുണ്ട്. അങ്ങനെ ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ സ്വഭാവവും നിലനിൽക്കെ തന്നെ ഒരു ഫെഡറൽ സജ്ജീകരണത്തോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടന യൂണിറ്റേറിയൻ സ്വഭാവം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഉദാഹരണം, 3 ലിസ്റ്റുകളിലായി സർക്കാർ അധികാരങ്ങൾ വിഭജനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ ലിസ്റ്റുകളിലായിട്ട് അധികാരങ്ങൾ വിഭജിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി വരുന്ന അവശേഷിക്കുന്ന അധികാരങ്ങളെ മുഴുവനും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് വെച്ചത്. അതിലൂടെ കേന്ദ്രം സംസ്ഥാന സർക്കാരിനേക്കാൾ ശക്തമാണ് എന്നാണ് അർത്ഥം. അതങ്ങനെയാണ് കാണിക്കുന്നത്. അതേപോലെ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും അന്തിമ വാക്ക് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അതേപോലെ കൂടാതെ സ്റ്റേറ്റിന്റെ തലവനായി ഗവർണറെ നിയമിക്കുന്നു. സംസ്ഥാനത്തിന്റെ തലവനായി ഗവർണറെ രാഷ്ട്രപതി നിയമിക്കുകയും അവർ കേന്ദ്ര സർക്കാരിന്റെ വെറും ഏജന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരം എന്ന് തെളിയിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കാനും കേന്ദ്ര സർക്കാരിന് സാധിക്കും എന്നതും ഒരു കേന്ദ്രത്തിന് കൂടുതൽ അധികാരം നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇന്ത്യയുടെ ബോഡി കാണുമ്പോൾ, അതിന്റെ ശരീരം കാണുമ്പോൾ ഫെഡറൽ ആണെന്ന് മനസ്സിലാവുമെങ്കിലും അതിന്റെ ആത്മാവ് ചെന്നെത്തുന്നത് ഒരു യൂണിറ്റേറിയൻ സ്വഭാവത്തിലാണ് എന്നാണ് പലരും പറഞ്ഞത്. അതൊരു കാസി ഫെഡറൽ സിസ്റ്റം, അർദ്ധ ഫെഡറൽ സംവിധാനമായിട്ടാണ് പലരും പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഫെഡറലിസം എന്ന് പറയുന്നത് ഏകീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറൽ സിസ്റ്റമായിട്ടാണ്. ഇത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, സാർവത്രിക വോട്ടാവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 പ്രകാരം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പാക്കുന്നു. ജാതി, നിറം, ലിംഗഭേദം, സ്വത്ത് മുതലായ യോഗ്യതകൾ എന്നിവ പരിഗണിക്കാതെ ഇന്ത്യയിലെ ഏതൊരു 18 വയസ്സ് പൂർത്തിയാക്കിയ പൗരനെയും വോട്ട് ചെയ്യാൻ ഇത് പ്രാപ്തമാക്കുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയാണ്. 9ാമത്തെ ഭരണഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം ജുഡീഷ്യൽ അവലോകനവും പാർലമെന്ററി മേധാവിത്വവും നിലനിർത്തുന്നു എന്നതാണ്. ഇന്ത്യൻ പാർലമെന്റ് ബ്രിട്ടീഷ് പാർലമെന്റിനെ പോലെ പരമോന്നതമായ പാർലമെന്റുമല്ല. അതേസമയത്ത് ഇന്ത്യൻ ജുഡീഷ്യറി US പോലെ ഏറ്റവും പരമോന്നതമായ ജുഡീഷ്യൽ സംവിധാനവുമല്ല. ഇന്ത്യൻ ഭരണഘടന രണ്ടും തമ്മിലുള്ള ഒരു മധ്യത്തെയാണ് പിന്തുടരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി വരുത്താൻ ഇന്ത്യൻ പാർലമെന്റിന് അധികാരമുണ്ട്. അതേസമയത്ത് ജുഡീഷ്യറിക്ക് ഏത് നിയമവും ഏത് ഭരണഘടനാ ഭേദഗതിയും അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കും അനുവദിച്ച് നൽകുന്നുണ്ട്. ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നുണ്ട്. ഇത് രണ്ടും ഇങ്ങോട്ടും നൽകുന്നത് കൊണ്ട് തന്നെ ഒരേ സമയം ജുഡീഷ്യൽ അവലോകനവും പാർലമെന്ററി മേധാവിത്വവും നിലനിർത്തുന്ന ഭരണഘടനാ സ്വഭാവമാണ് ഇന്ത്യൻ ഭരണഘടന എന്നതാണ് മറ്റൊരു പ്രത്യേകത. അടുത്ത പ്രത്യേകത സിംഗിൾ സിറ്റിസൺഷിപ്പാണ്, ഏക പൗരത്വം എന്നതാണ്. ഇരട്ട പൗരത്വം എന്നത് ഇന്ത്യയിലില്ല. ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആണെങ്കിലും ഇരട്ട പൗരത്വം ഇന്ത്യയിലില്ല. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഏക പൗരത്വമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ ഒരു ഫെഡറൽ ഭരണ സംവിധാനമുണ്ടെങ്കിലും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഇരട്ട പൗരത്വം നൽകിയിട്ടില്ല. USA ഇരട്ട പൗരത്വം നൽകിയിട്ടുണ്ട്. എല്ലാ ഇന്ത്യക്കാരും അവരുടെ താമസ സ്ഥലം പരിഗണിക്കാതെ ഏക പൗരത്വമാണ് ആസ്വദിക്കുന്നത്. അമേരിക്കയെ പോലെ ഇരട്ട പൗരത്വം ഇന്ത്യയിൽ ഇല്ല. അതൊരു ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത, 11ാമത്തെ പ്രത്യേകത, നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ജുഡീഷ്യറി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ
ഭരണഘടന ഉയർത്തുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ജുഡീഷ്യറി. നിഷ്പക്ഷവും സ്വതന്ത്രമായ ജുഡീഷ്യറിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ജനാധിപത്യവും സ്വാതന്ത്ര്യവും അർത്ഥപൂർണമാകൂ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ഈ വസ്തുതയെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരുന്നു. ഇന്ത്യയുടെ ജുഡീഷ്യറി ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഏജന്റോ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഒരു ഏജന്റോ ഒരു കയ്യാളനോ ഒന്നുമല്ല. അത് നിഷ്പക്ഷമായി വളരെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ഒരു ഏജൻസിയാണ്. നിയമപരമായ കാര്യങ്ങളിൽ സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് ആരെയും ഭയപ്പെടാതെ തീരുമാനമെടുക്കാനുള്ള പവർ ഇന്ത്യൻ കോടതിക്ക് നൽകിയിട്ടുണ്ട്. ഇതും ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിവെക്കുന്ന മഹത്തായ സന്ദേശത്തിന്റെ ഭാഗമാണ്. ഇതും ഭരണഘടനയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. മറ്റൊന്ന് 12ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൗലികാവകാശമാണ്. മൗലികാവകാശം ഉറപ്പു നൽകുന്നു എന്നതാണ് ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് എന്നതാണ് ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത. ഏതെങ്കിലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ജുഡീഷ്യറിയുടെ സംരക്ഷണം തേടാൻ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന ഏതെങ്കിലും മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ പറയുന്ന ഏതെങ്കിലും മൗലികാവകാശങ്ങൾ അത് പാർലമെന്റിന് നിയമമാലോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാലോ ലംഘിക്കപ്പെടുന്ന പക്ഷം അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തികളുടെ മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാവുന്നതാണ്. അത് അത്തരം മൗലികാവകാശ ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അത് കോടതി പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതാണ്. പാർലമെന്റോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ നിയമ നിർമ്മാണമോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഉത്തരവോ ഈ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അപ്പോൾ തന്നെ ആ ഉത്തരവിനെ ആ നിയമത്തെ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമമാണെങ്കിലും എക്സിക്യൂട്ടീവ് ഇടുന്ന ഉത്തരവാണെങ്കിലും അത് അപ്പോൾ തന്നെ അസാധുവാക്കാനുള്ള അധികാരം ഇന്ത്യൻ കോടതിക്കുണ്ട്. അപ്പോൾ മൗലികമായ അവകാശം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഓരോ പൗരനും നൽകുന്ന മൗലികമായ അവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അത് ഉറപ്പു നൽകുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ മൗലികാവകാശത്തെ പറയുന്നു. മറ്റൊന്ന് 13ാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് മൗലിക ചുമതലകളാണ്. ആർട്ടിക്കിൾ 51A ഭാഗം 4A പാർട്ട് 4A ഓരോ ഇന്ത്യക്കാരനും നാം രാജ്യത്തോട് ചെയ്യേണ്ട ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ അത് കൂട്ടിച്ചേർത്തത്. മൗലിക ചുമതലകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തത്. ചുമതലകൾ ആരെങ്കിലും നിർവഹിച്ചില്ലെങ്കിൽ പൗരന്മാരെ രാജ്യത്തിന് ശിക്ഷിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതൊരു രാജ്യത്തോട് ചെയ്യേണ്ട ഓരോരുത്തരുടെയും ഡ്യൂട്ടി ആയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇതും മൗലിക ചുമതലകളും ഭരണഘടനയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. മറ്റൊന്ന് നിർദ്ദേശക തത്വങ്ങളാണ്. DPSPയെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ DPSP ഉണ്ട് എന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളാണ്. DPSP ആണ്. ഈ സവിശേഷത ഐറിഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്. ഭരണകൂടവും അതിന്റെ ഏജൻസികളും അവരുടെ നയങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ചില അടിസ്ഥാന തത്വങ്ങൾ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഈ ഡയറക്റ്റീവ് തത്വങ്ങൾക്ക് പിന്നിലെ തത്വശാസ്ത്രം. ഈ തത്വങ്ങൾ ജനങ്ങൾക്കുള്ള ഉറപ്പുകളാണ്. അതേസമയം അവ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലേക്കുള്ള നിർദ്ദേശങ്ങളാണ്. ഡയറക്റ്റീവ് തത്വങ്ങളുടെ ധാരണകൾ ന്യായീകരിക്കാവുന്നതല്ല. അത് നടപ്പാക്കാൻ വേണ്ടി കോടതിയിൽ പോയി നമുക്ക് നേടിയെടുക്കാവുന്നതല്ല. അതിനാൽ അവ കോടതി ഉത്തരവിലൂടെ നടപ്പാക്കാൻ കഴിയില്ല. യൂണിയൻ പാർലമെന്റും സംസ്ഥാന അസംബ്ലികളും പുതിയ നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇതൊരു വഴികാട്ടിയായിട്ട് DPSP പ്രവർത്തിക്കുന്നു. അത്തരം പ്രവർത്തനത്തിന് വേണ്ടി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നിർമ്മിക്കുന്നതിനുള്ള കുറച്ച് തത്വങ്ങളാണ്. എന്തിനുള്ള തത്വങ്ങൾ? ഡയറക്ഷൻ നൽകുന്നതിന്റെ തത്വങ്ങളാണ് DPSP എന്ന് പറയുന്നത്. ഏതായാലും ഉപസംഹരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിരവധി വിശിഷ്ടമായ സവിശേഷതകൾ കൊണ്ട് ശ്രദ്ധേയമാണ്. ഈ സവിശേഷതകൾ അതിനെ മറ്റ് ഭരണഘടനയിൽ നിന്ന് തന്നെ
വ്യത്യസ്തമാക്കുന്നുണ്ട്. 70 വർഷത്തിലേറെയായി അത് നിലനിൽക്കുന്നു. ലോകത്തിന് തന്നെ വിസ്മയമായി അത് പ്രവർത്തിക്കുന്നു. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ബ്രിട്ടീഷുകാരൊക്കെ പറയുകയുണ്ടായി, ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഭരണഘടന സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും, അത് ഒരു 5 കൊല്ലം കൊണ്ട് റദ്ദായി പോകുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ നമ്മുടെ ഭരണഘടന ഇപ്പോഴും പ്രവർത്തിക്കുന്നു. 70 വർഷത്തിലധികമായിട്ടും അത് ഇന്നും രാജ്യത്തിന്റെ ജീവനാഡിയായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാവിധ ജാതി ചിന്തകളെയും മതാത്മകതയെയും എല്ലാവിധ വംശീയതയും ഒക്കെ ഇല്ലാതാക്കണമെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഒരു ആധുനിക മൂല്യങ്ങളുടെ സമാഹാരമായിട്ട് വലിയ മഹത്തായ സാമൂഹ്യ വിപ്ലവത്തിന്റെ വേരുകളായിട്ട് രാജ്യത്തെ പുതിയ ലോകക്രമത്തിൽ തന്നെ മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, സാഹോദര്യത്തിന്റെ, മതനിരപേക്ഷതയുടെ, ജനാധിപത്യ മൂല്യത്തിന്റെ, ആധുനിക മൂല്യങ്ങളുടെ സമാഹാരമായിട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അതുവരെ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ ജാതി ഉച്ചനീചത്വങ്ങളെയും, എല്ലാ അടിമത്തങ്ങളെയും, എല്ലാ മതവെറിയെയും ഇല്ലാതാക്കിക്കൊണ്ട് മനുഷ്യർ തുല്യരാണ്, ആൾ മെൻ ആർ ഈക്വൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉയർത്തിക്കൊണ്ട്, സമത്വം എന്ന ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് solemnly resolved to constitute India into a sovereign, സെക്കുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി ഇന്ത്യ എന്ന് പറയുന്ന ലിബർട്ടി, ഇക്വാളിറ്റി, ഫെറ്റേണിറ്റി, ജസ്റ്റിസ് എന്ന വാക്കുകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ മൂല്യങ്ങൾ നിറച്ചുകൊണ്ട് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി രാജ്യം പുതിയൊരു ചുവടുവെപ്പിലേക്ക് അതിന്റെ വലിയ പ്രത്യേകതയുള്ള ഭരണഘടനയുമായി മുന്നോട്ട് നീങ്ങുകയുണ്ടായി. 70 വർഷമായിട്ടും അത് നിലനിൽക്കുന്നു. അതനുസരിച്ച് രാജ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ സാധാരണക്കാരായ മനുഷ്യരുടെയും പ്രതീക്ഷകൾ ഏതു കാലത്തും ഏത് അധികാരത്തിന്റെ മുഷ്ടി ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന കാലമാണെങ്കിലും അങ്ങനെ ഭരിക്കുകയാണെങ്കിലും അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതീക്ഷ രാജ്യത്തിന്റെ ഭരണഘടനയിലാണ്. കാരണം അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ, അതിന്റെ മഹത്തരമായ മൂല്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സുകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഏതായാലും ഭരണഘടന ഇത്രമാത്രം മഹത്തരമാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോകളിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം.